ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് മണ്ഡലപൂജയാണ്. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല തീർത്ഥാടന കാലത്തിന്റെ 1-ാം ഘട്ടം ഇന്ന് അവസാനിക്കുകയാണ്. തങ്ക അങ്കി ചാർത്തി ശോഭിക്കുന്ന അയ്യനെ ദർശിച്ച് 10,000 സായൂജ്യമടയുന്ന ദിനം. മണ്ഡലപൂജ വൃശ്ചികം 1-ാം തീയതി ആരംഭിച്ച് ധനു 11-ന് അവസാനിക്കുന്ന 41 ദിനങ്ങളാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മണ്ഡലകാലം. 41 ദിനങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് മണ്ഡലകാലം. ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങളിലും പൂജ, ജപം എന്നിവയിലും 41 എന്ന എണ്ണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. വർഷം തോറും നടക്കുന്ന ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യ ഘട്ടമാണ് മണ്ഡലകാലം. വ്രതശുദ്ധിയോടെ മുദ്രമാലയണിഞ്ഞ് 41 ദിനങ്ങൾ ഈശ്വര ഭജനത്തോടെ കഴിഞ്ഞുവേണം ശബരിമലയിലെത്താൻ എന്നാണ് വിശ്വാസം. ശബരിമല ക്ഷേത്രോത്സവം നടക്കുന്നത് ഈ മണ്ഡലകാലത്താണ്. അയ്യപ്പന്റെ നാളായ ഉത്രം നാളിന് കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം 10-ാം ദിവസം പമ്പയിൽ നടക്കുന്ന ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്നതോടെ അവസാനിക്കുന്നു. മലയാളികളും ഇതര സംസ്ഥാനക്കാരുമായ നിരവധി ഭക്തജനങ്ങൾ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്ന കാലഘട്ടമാണിത്. മണ്ഡലകാലത്തിന്റെ അവസാനത്തോടെ ശബരിമലയിൽ നടക്കുന്ന മണ്ഡലപൂജ അതിവിശിഷ്ടമാണ്. തിരുവിതാംകൂർ രാജാവ് സമ്മാനിച്ച തങ്ക അങ്കി അണിഞ്ഞുകൊണ്ട് ശ്രീ ശാസ്താവിനെ ദർശിക്കാൻ കിട്ടുന്ന ഒരു പുണ്യവേളയാണ് മണ്ഡലപൂജ. ആഴത്തിൽ വേരോടിയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയാലും തളിർത്തു വരും. ശക്തമായ ഈശ്വര സാന്നിധ്യമുള്ള അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടാലും വീണ്ടും ഉയർന്നു വരും. ശബരിമലയടക്കമുള്ള പല ക്ഷേത്രങ്ങളും അത്തരത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടവയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന പമ്പാ ഗണപതി തുണയാകണം. ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന പമ്പാ ഗണപതി തുണയാകണം. അമ്പിളി മോദക പൗർണമി വിടർത്തും നിൻ തുമ്പിക്കൈ അടിയനു വഴി കാട്ടണം. അമ്പിളി മോദക പൗർണമി വിടർത്തും നിൻ തുമ്പിക്കൈ അടിയനു വഴി കാട്ടണം. തുമ്പിക്കൈ അടിയനു വഴി കാട്ടണം. ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന പമ്പാ ഗണപതി തുണയാകണം. മണ്ഡലകാലത്ത് വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടുമേന്തി 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തൻ അയ്യപ്പ വിഗ്രഹത്തിന്റെ ദർശനം പൂർണ്ണമാകുന്നതോടുകൂടി തന്റെ ഉള്ളിൽ പൂർണ്ണമായും ഒരു അയ്യപ്പനുണ്ടെന്ന് തിരിച്ചറിയുന്നു. തന്റെ ജീവിതത്തിന്റെ തിദിക്ഷയും ജീവിത സാഹചര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗാർഹസ്ഥ്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അനിവാര്യമായ ഒട്ടേറെ കാര്യങ്ങൾ തനിക്ക് അനുഷ്ഠിക്കാം എന്നുള്ള അറിവ് ഇതുകൊണ്ടുണ്ടാകും. അറിവുകൾ പൂർണ്ണമായും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുക എന്നതാണ് ആവശ്യം. അയ്യപ്പ ദർശനത്തിനായാണ് ഒരു ഭക്തൻ വ്രതമെടുത്ത്
തിദിക്ഷയോടുകൂടി ജീവിച്ച് ശബരിമലയിലെത്തുന്നത്. ആ അയ്യപ്പ ദർശനത്തിലൂടെ ഓജസ്, തേജസ്, സ്ഥൈര്യം, വീര്യം എന്നിവ ആ ഭക്തന് കൈവരിക്കാൻ കഴിയും. വ്രതാനുഷ്ഠാനത്തിലൂടെ മലയേറി അയ്യപ്പ ദർശനത്തിലൂടെ സ്വായത്തമാക്കിയതെല്ലാം ഒരയ്യപ്പ ഭക്തൻ തന്റെ ജീവിതത്തിലുടനീളം സംരക്ഷിക്കേണ്ടതുണ്ട്. ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി ധാരാളം കാര്യങ്ങൾ ആർജിച്ച ഒരു സാധകൻ അവയെല്ലാം സ്വജീവിതത്തിൽ പകർത്തി സംരക്ഷിക്കേണ്ടതുണ്ട്. അയ്യപ്പന് വില്ലും ആവനാഴിയിൽ ശരവുമുണ്ട്. വില്ലാകുന്ന ഓംകാരത്തിനെ ഒരു അയ്യപ്പ ഭക്തൻ വളരെ ബോധത്തോടുകൂടി ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ഓംകാര സ്വരൂപനായ ആ ശബരീശ്വരനെ സ്വന്തം ഉള്ളിലേക്ക് സ്വീകരിക്കണം. അതിന് ശ്രദ്ധയാകുന്ന ശരവും ഏകാഗ്രമായ മനസ്സും വേണം. അങ്ങനെ ജീവിതചര്യകളിലൂടെ കടന്നുപോയി ജീവിതത്തിൽ ഗാർഹസ്ഥ്യത്തിലും വാനപ്രസ്ഥത്തിലും ബ്രഹ്മചര്യാശ്രമത്തിലുമെല്ലാം എപ്രകാരം ജീവിക്കണമെന്ന് തിരിച്ചറിയണം. ഇതിനെക്കുറിച്ചെല്ലാമുള്ള അവബോധമാണ് അയ്യപ്പ ദർശനത്തിലൂടെ ഒരു സാധകന് ലഭിക്കുന്നത്. പൗർണമി വിടർത്തും നിൻ തുമ്പിക്കൈ അടിയനു വഴി കാട്ടണം. ഈ ചിന്തകളോടൊപ്പം തന്നെ അഗ്നി നമ്മെ മുന്നോട്ട് നയിക്കും എന്ന ഏറ്റവും വലിയ ഒരു ബോധം ഓരോ അയ്യപ്പനും ഉണ്ടാകണം. എല്ലാം തന്റേതാണെന്ന് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സർവവും നേടിയ ശേഷം തന്റേതായി ഇനി ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. എല്ലാം ഈശ്വരനായി അർപ്പിക്കുന്നു, ഒന്നും തന്നെ തന്റേതല്ല എന്ന മഹത്തായ കാഴ്ചപ്പാടിലേക്ക് ഓരോ അയ്യപ്പനെയും എത്തിക്കുക എന്നതാണ് ശബരിമല യാത്രയുടെ യഥാർത്ഥ സാഫല്യം. ഈ സാഫല്യത്തിനു വേണ്ടിയാകണം ഓരോ അയ്യപ്പസ്വാമിയും പരിശ്രമിക്കേണ്ടതും. സ്വാമി തന്ത്രകാലടി പൂജ പടിപൂജ പടിപൂജ സ്വാമി തന്ത്രകാലടി പൂജ 18 പടി കയറുമ്പോൾ പന്തളദാസനു. കലിയുഗവരദനായ ഭഗവാൻ ശ്രീ ശബരിമല അയ്യപ്പന്റെ അംഗവസ്ത്രവും വാളും ചൂരലും ഇന്നും ആരാധനയോടെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ചീരപ്പൻചിറ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയ്ക്കടുത്തുള്ള ചീരപ്പൻചിറ എന്ന പ്രശസ്തമായ ഈ കളരി തറവാട്ടിലാണ് അയ്യപ്പൻ മാസങ്ങളോളം താമസിച്ച് കളരി അഭ്യസിച്ചത് എന്നാണ് ഐതിഹ്യം. കളരിമുറകൾ അഭ്യസിച്ചു കഴിഞ്ഞ അയ്യപ്പൻ പൂഴിയങ്കം പഠിക്കാനായിട്ടാണ് ചീരപ്പൻചിറ കളരിയിലെത്തിയത്. അക്കാലത്ത് പൂഴിയങ്കത്തിൽ ചീരപ്പൻചിറക്കാരുടെ പ്രാഗൽഭ്യം പ്രശസ്തമായിരുന്നു. ചീരപ്പൻചിറ കുടുംബത്തിനോട് ചേർന്ന കളരിപ്പുരയിലായിരുന്നു കളരി അഭ്യസിക്കാനെത്തിയ അയ്യപ്പന്റെ താമസമെന്നാണ് വിശ്വാസം. അയ്യപ്പൻ താമസിച്ചിരുന്നതിനാൽ സ്വാമി മഠം എന്നാണ് ഈ കളരിപ്പുര അറിയപ്പെടുന്നത്. കർപ്പൂരമൊഴിയുന്ന മേഘങ്ങളെല്ലാം കണ്ണീരിലാറാടി കൈകൂപ്പിടുമ്പോൾ തന്റെ സുഹൃത്തായ വെളുത്തയുടെ സഹായത്തോടെയാണ് അയ്യപ്പൻ ഈ കളരിയിലെത്തിയത് എന്നാണ് വിശ്വാസം. മാസങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ പൂഴിയങ്കത്തിൽ അഗ്രഗണ്യനായി തീർന്നു അയ്യപ്പൻ. ഇതിനിടയിൽ തിരുവിതാംകൂറിൽ ആക്രമണമുണ്ടായി എന്നറിയാനിടയായ അയ്യപ്പൻ പന്തളത്ത് തന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കി തന്റെ അംഗവസ്ത്രവും വാളുകളും കൊമ്പും കളരിയിൽ വെച്ചതിനു ശേഷം അപ്രത്യക്ഷനായി എന്നാണ് ഐതിഹ്യം. ഈ കാണുന്ന ക്ഷേത്രമത്രേ ചീരപ്പൻചിറ കളരിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം. ചീരപ്പൻചിറ പണിക്കർ എല്ലാ വർഷവും അയ്യപ്പ ദർശനത്തിനായി പോകുമായിരുന്നു അത്രേ. ഒരിക്കൽ പ്രായാധിക്യത്താൽ മലയ്ക്ക് പോകാൻ കഴിയാതെ മനംനൊന്ത പണിക്കർക്ക് ചീരപ്പൻചിറ കളരിക്കടുത്തായി ഒരു ക്ഷേത്രം പണിയണമെന്നും താൻ അവിടെ എത്തിക്കൊള്ളാമെന്നും തന്റെ മുക്കാൽ ചൈതന്യവും ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നും അയ്യപ്പൻ സ്വപ്ന ദർശനം നൽകി. ഈ ക്ഷേത്രമാണ് മുക്കാൽ വട്ടം എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നത്. മകരവിളക്ക് നാളിൽ
പൂർണ്ണ ചൈതന്യം ശബരിമലയിലായതിനാൽ അന്ന് ഇവിടെ നട തുറക്കുക പതിവില്ല. അല്ലൽ തീർത്ത ഭയമേകി മോക്ഷസുഖമടിയനേകണേ അയ്യപ്പ. ആഴിയിലെരിയുന്ന ജന്മങ്ങളെല്ലാം ആനന്ദ ചിന്മയ പ്രഭ പുൽകിടുന്നു. ആഴിയിലെരിയുന്ന ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം. തിരിച്ചറിയാനുള്ള ശേഷിയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. എങ്കിലും എപ്പോഴും സ്വയം കുരുക്കിൽ ചാടുന്നവരുണ്ട്. മനസ്സും തലച്ചോറും എപ്പോഴും പ്രവർത്തിപ്പിക്കുക. ചതിക്കുഴികളിൽ പെടാതെ ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.